വണ്ടർബി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, സത്യസന്ധനായ ഒരു തോട്ടക്കാരനുണ്ടായ ഭാഗ്യത്തെക്കുറിച്ചുള്ള കഥയാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത്. ആപ്പിൾ തോട്ടത്തിന്റെ കാവൽക്കാരനായി അയാൾ നിയമിക്കപ്പെട്ടിട്ട് കാലമേറെയായി. ഇന്നേ വരെ ആ തോട്ടക്കാരനെക്കുറിച്ച് യാതൊരു ആക്ഷേപവും ഉയർന്നു വന്നിട്ടില്ല. രാജാവിന്റെ അധീനതയിലുള്ളതാണ് ആ പഴത്തോട്ടം. ലോകത്തിലെ മികച്ച ആപ്പിൾ തോട്ടങ്ങളിലൊന്ന്. തന്റെ കൃഷിയിടത്തെക്കുറിച്ച് നാടുവാഴുന്ന തിരുമേനിയുടെ അവകാശവാദം അങ്ങനെയത്രേ. അത് തെറ്റുമല്ല. രാജകീയ സമ്പത്തുകൾ പരിശോധിക്കുന്നതിനിടെ ഒരിക്കൽ അവിടം സന്ദർശിക്കാനും രാജാവിന് അവസരം ലഭിച്ചു. സേവകരെ കൂട്ടി തിരുമേനി തോട്ടമാകെ നടന്നു കണ്ടു. കൃഷിഭൂമിയിൽ വിളഞ്ഞു നിൽക്കുന്ന പഴസമൃദ്ധിയിൽ നാടുവാഴുന്ന രാജാവിന്റെ മിഴികളും മനസ്സും കുളിർന്നു. കൃഷിയിടത്ത് സ്ഥാപിച്ച താൽക്കാലിക വസതിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുമേനിക്കൊരു കൊതി, തോട്ടത്തിൽ വിളഞ്ഞ പഴങ്ങൾ ആസ്വദിക്കണമെന്ന്. പരിചാരകരിൽ ഒരാളോട് തന്റെ ആഗ്രഹം വെളിപ്പെടുത്തി. പരിചാരകർ ഓടി തോട്ടക്കാരനെ തേടി. തോട്ടത്തിലെ ഉയർന്ന തരം ആപ്പിളുകൾ പറിച്ചു കൊണ്ടുവരണം എന്ന് കൽപ്പനയായി. കൃഷിയിടം മുഴുവൻ പരതി തോട്ടക്കാരൻ കാഴ്ചക്ക് നല്ല തുടുപ്പും മിനുപ്പുമുള്ള ആപ്പിൾ പഴങ്ങൾ ശേഖരിച്ചു. തിരുമുഖത്ത് സന്തോഷം കളിയാടി. ഒരെണ്ണമെടുത്തു മുറിച്ചു, ഒരു തുണ്ടമെടുത്തു വായിലിട്ടു. ചവയ്ക്കേണ്ട താമസം രാജമുഖം ചുളിഞ്ഞു. എന്തൊരു പുളിപ്പ്! ഫൂ! പുളിപ്പിന്റെ അസഹ്യത നിമിത്തമാവാം രാജാവ് അതപ്പാടെ തുപ്പിക്കളഞ്ഞു. പരിചാരകർ പരിഭ്രാന്തരായി. രണ്ടാമതും തോട്ടക്കാരനെ അന്വേഷിച്ച് പരക്കം പാഞ്ഞു. നോക്ക്, നല്ലതു മാത്രം ശേഖരിച്ചു കൊണ്ടുവാ, നാടുവാഴുന്ന രാജാവിന് വേണ്ടിയാണെന്ന് ഓർത്തുകൊള്ളണം. തോട്ടക്കാരൻ വീണ്ടും പോയി. കാഴ്ചയിൽ മികച്ചതെന്ന് തോന്നിയ ഏതാനും ആപ്പിളുകൾ കൂടി പറിച്ചു കൊണ്ടുവന്നു. രുചിച്ചു നോക്കിയ ശേഷം ഇവയ്ക്ക് ഒട്ടും മധുരമില്ലല്ലോ എന്നാരോപിച്ച് രാജാവ് അതും ഒഴിവാക്കി കളഞ്ഞു. കോപത്താൽ രാജമുഖം തുടുത്ത് അരുണാഭമായി തീരുന്നത് സഹചാരികൾ കണ്ടു. അറിയാമോ, ലോകത്തിൽ വെച്ച് ഏറ്റവും മുന്തിയ കനികൾ വിളയുന്നുണ്ട് നമ്മുടെ ആപ്പിൾ തോട്ടത്തിൽ. പരിചാരകവൃന്ദം വിഷണ്ണരായി. മറുപടി ഉരിയാടാനാവാതെ. ആരാണ് ഈ പഴങ്ങൾ ഇറുത്തെടുത്തത്? തിരുമേനി ആരാഞ്ഞു. തോട്ടക്കാരൻ. പമ്പര വിഡ്ഢി, അയാളെ നമ്മുടെ മുന്നിൽ ഹാജരാക്കൂ. കൽപ്പന പ്രകാരം തോട്ടക്കാരൻ തിരുമേനിയുടെ മുന്നിൽ വന്ന് വണങ്ങി നിന്നു. താനിവിടെ തോട്ടക്കാരനായി ജോലി തുടങ്ങിയിട്ട് എത്ര കാലമായി? 5 വർഷം. ഓഹോ, ഇത്ര കാലമായിട്ടും നമ്മുടെ തോട്ടത്തിലെ മികച്ച പഴമേത് അല്ലാത്തതേത് എന്ന് തിരിച്ചറിയാനും തിട്ടപ്പെടുത്താനും തനിക്കായില്ലെന്നോ? തിരുമേനി പൊറുക്കണം. പഴങ്ങളുടെ രുചി നോക്കാനല്ലല്ലോ അടിയനെ തിരുമേനി നിയമിച്ചത്, തോട്ടം കാവലിനല്ലേ. ആ ജോലി അടിയൻ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് തിരുമേനി. ഷെടാ, തിരുമേനിയോട് തറുതല പറയുന്നു. പരിചാരകവൃന്ദം മൂക്കത്ത് വിരൽ വെച്ചു. ഈ ചങ്ങാതിയുടെ തല പോയത് തന്നെ. ഒന്നുമില്ലെങ്കിൽ മൊഷടൻ മേലാൽ ഈ ജോലിയിൽ തുടരാൻ പോണില്ല. നാടുവാഴുന്ന രാജാവിന്റെ മുഖം ഗൗരവപൂർണമായി. ആലോചനയിലാണ്ട നിമിഷങ്ങൾ. തിരുമുഖം ക്രമേണ പ്രസന്നമായി. ശരി ശരി തോട്ടക്കാരാ, താങ്കൾ നാളെ മുതൽ ഈ ജോലി ചെയ്യേണ്ടതില്ല. തോട്ടക്കാരന്റെ മുഖം കുനിഞ്ഞു. ആ മുഖത്ത് ഇച്ഛാഭംഗം പടർന്നു. നാടുവാഴുന്ന രാജാവ് തുടർന്നു. താങ്കൾ അടുത്ത ദിവസം കൊട്ടാരത്തിലെത്തണം. ചങ്ങാതി, താങ്കളെപ്പോലെ ഒരാളെ തേടി നടക്കുകയായിരുന്നു നാം, ഖജനാവിന്റെ താക്കോലേൽപ്പിക്കാൻ. തോട്ടക്കാരൻ വൈകാതെ രാജഭണ്ഡാരത്തിന്റെ സൂക്ഷിപ്പുകാരനായി നിയമിതനായി.